വെൽക്കം ബാക്ക് ടു ലൈഫ് അറ്റ് ദ നെസ്റ്റ്. ഓണം സീരീസിൻ്റെ അടുത്ത എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ സദ്യയ്ക്കും ചോറിനുമൊക്കെ ഒരുപോലെ ചേരുന്ന നല്ല നാടൻ രുചിയുള്ള സാമ്പാർ ഇന്ന് വീട്ടിൽ തയ്യാറാക്കാം. പോകാം വീഡിയോയിലേക്ക്. ആദ്യം നമുക്ക് ഒരു നെല്ലിക്ക വലുപ്പത്തിൽ പുളി വെള്ളത്തിലിട്ട് വയ്ക്കാം. അതിനുശേഷം ഒരു കപ്പ് പരിപ്പ്, സാമ്പാർ പരിപ്പ് കഴുകി വൃത്തിയാക്കി മാറ്റി വയ്ക്കാം. അതിലേക്ക് അമരയ്ക്ക, കൊച്ചുള്ളി എന്നിവ കഴുകി വൃത്തിയാക്കി എടുക്കാം. നമുക്ക് കുക്കറിലേക്ക് പരിപ്പ്, ഉള്ളി, അമരയ്ക്ക, പിന്നെ ഒരു പച്ചമുളക്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് വെള്ളം ഇത്രയും ചേർത്ത് നമുക്ക് കുക്കർ അടച്ച് 4 വിസിൽ വരെ വെയിറ്റ് ചെയ്യാം. ഇനി നമുക്ക് സാമ്പാറിന് വേണ്ട പച്ചക്കറികൾ നോക്കാം. ഞാനിവിടെ ഒരു കുഞ്ഞു കഷ്ണം കുമ്പളങ്ങ, ഒരു കഷ്ണം വെള്ളരിക്ക, പിന്നെ ഒരു 2-3 ചേമ്പ്, പിന്നെ നമ്മളുടെ വഴുതനങ്ങ, കത്തിരിക്ക കിട്ടിയില്ല, അതിന് പകരമാണ് വഴുതനങ്ങ എടുത്തേക്കുന്നത്, മുരിങ്ങയ്ക്ക, തക്കാളി, പിന്നെ വെണ്ടയ്ക്ക, ഒരു കഷ്ണം ക്യാരറ്റ്, പടവലങ്ങ, പകുതി പടവലങ്ങ, ഇത്രയാണ് എടുത്തേക്കുന്നത്. ഇത്രയും നമുക്ക് അരിഞ്ഞെടുക്കാം. തക്കാളിയും വെണ്ടയ്ക്കയും ഇപ്പോൾ അരിയുന്നില്ല, ബാക്കിയെല്ലാം അരിഞ്ഞ് അപ്പോഴേക്കും നമ്മുടെ പരിപ്പ് വെന്തിട്ടുണ്ട്. നമുക്ക് നന്നായിട്ട് തവിയിട്ട് ഉടച്ചെടുക്കാം. ഉടച്ചെടുത്ത പരിപ്പിലേക്ക് പുളിവെള്ളം ചേർത്ത് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് മുളക് പൊടി 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി, മഞ്ഞൾപ്പൊടി 1 ടീസ്പൂൺ, ഉലുവ 1/4 ടീസ്പൂൺ, സാമ്പാർ പൊടി 1 ടേബിൾ സ്പൂൺ, മല്ലിപ്പൊടി 2 ടേബിൾ സ്പൂൺ, കായം 1 ടീസ്പൂൺ, ഇത്രയും പൊടികൾ ചേർത്ത് നന്നായിട്ട് നമുക്ക് പരിപ്പൊന്ന് കലക്കിയെടുക്കാം. അപ്പം ഞാൻ എല്ലാ പൊടികളും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിലേക്ക് കഴുകി വെച്ചേക്കുന്ന പച്ചക്കറി, പിന്നെ മുരിങ്ങയ്ക്ക, തക്കാളി, വെണ്ടയ്ക്ക എല്ലാം ചേർത്ത് ആവശ്യത്തിന് മല്ലിയിലയും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് അടച്ച് വെച്ച് ഒരു വിസിൽ വരുന്നതുവരെ നമുക്ക് വേവിച്ചെടുക്കാം. ഇപ്പം നമുക്ക് ഏകദേശം ഒരു വിസിലായിട്ടുണ്ട്, ഏകദേശം പാകമായിട്ടുണ്ട്. നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി നമുക്ക് കടുക് വറുത്തൊഴിക്കാം. അതിലേക്ക് വെളിച്ചെണ്ണ, ആവശ്യത്തിന് കടുക് പൊട്ടി തുടങ്ങുമ്പോൾ നമുക്ക് കൊച്ചുള്ളി, ഒരു പിടി കൊച്ചുള്ളിയാണ് ഇട്ടേക്കുന്നത്. കൊച്ചുള്ളിയാണ് ഏറ്റവും ടേസ്റ്റ്. പിന്നെ നമുക്ക് 2 വറ്റൽമുളക്, കറിവേപ്പില. അതിലേക്ക് ഞാൻ കുറച്ച് കായം കൊട്ടിട്ട് കൊടുക്കുന്നുണ്ട്, ആ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട്, ആവശ്യമുണ്ടെങ്കിൽ മാത്രം. 1 ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്ത് നമുക്ക് വറുത്ത് നമുക്ക് സാമ്പാറിലേക്ക് ചേർത്ത് കൊടുക്കാം. സാമ്പാർ ഇവിടെ റെഡി. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഓക്കെ, ബൈ, താങ്ക് യു.